I'm back with another video. ഇങ്ങനെ പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 57 ദിവസമാണെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു മാസ് എൻട്രി ഒക്കെ ഇട്ട് യൂട്യൂബിനകത്ത് വീണ്ടും സജീവമാവണം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ തലയെഴുത്താണെന്ന് തോന്നുന്നു. കുറച്ച് നല്ലപോലെ കഷ്ടപ്പെട്ടിട്ട് ഇതിനകത്ത് മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ 57 ദിവസമായിട്ട് വീഡിയോ ഒരു തരത്തിലുള്ള വീഡിയോ പോലും എൻ്റെ ചാനലിൽ ഇട്ടിട്ടില്ല എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും എനിക്ക് തന്നെ എന്തുകൊണ്ടാണ് ഇടാത്തത് എന്നൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ചിരുന്ന് പോകുകയായിരുന്നു എൻ്റെ തല. പല പല കാരണങ്ങളുണ്ട്. അതൊക്കെ ഒന്നും ഇപ്പോൾ പറയാറായിട്ടില്ല. സോ എല്ലാം ഞാൻ എല്ലാത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു അവസാനം എന്നതുണ്ടല്ലോ, ഒരു ഫൈനൽ ഡിസിഷൻ എന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഡിസിഷൻ എന്താണെന്നത് കൺഫേം ആവുന്ന സമയത്ത് ഞാൻ അത് ബാഡാണെങ്കിലും ഗുഡാണെങ്കിലും ആ ടൈമിൽ ഞാൻ അതിനെക്കുറിച്ചെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളടുത്ത് പറയാം. എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത്, എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് എന്നൊക്കെ. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടത് 3000 സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ചാനലിലായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷം ഡിസംബറിൽ തന്നെ 10000 സബ്സ്ക്രൈബേഴ്സ് ആക്കുന്നതാണ് എന്നത്. ബട്ട് അതിനുശേഷം ഒരു 57 ദിവസമായിട്ട് എൻ്റെ ചാനലിൽ യാതൊരു തരത്തിലുള്ളൊരു വീഡിയോ വന്നിട്ടില്ല. ഇൻക്ലൂഡിങ് ഒരു ഷോർട്ട് വീഡിയോ പോലും എൻ്റെ ചാനലിൽ ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, പതിയെ വീണ്ടും യൂട്യൂബ് എന്ന് പറയുന്നത് എപ്പോഴും കൂടെ ഉണ്ടാവണം. അത് എൻ്റെ പാഷനായിട്ട് തന്നെ ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ അതിനെ അങ്ങനെ തന്നെ കൊണ്ടുപോകണം. അതിൽ കൂടെ വേറെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നു. സോ അത് നിലനിർത്തി കൊണ്ടുപോകണം എന്നതുകൊണ്ടാണ് ഒരു മാസമായിട്ടൊരു റീ എൻട്രി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു Q&A സെഷൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടായിരുന്നു. നിങ്ങൾക്ക് എന്ത് വേണം ചോദിക്കാമെന്ന് പറഞ്ഞിട്ട്. പതിവ് പോലെ തന്നെ അതിനകത്തും ഒരുപാട് നോർമലായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അതുപോലെ തന്നെ ഒരുപാട് ക്രിഞ്ചായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും അതിനകത്തൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ജൂൺ 7-ാം തീയതിയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടുന്നത് Q&A സെഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആരും ഒന്നും ചോദിക്കാതിരുന്നപ്പോഴത്തേക്കും ശരി, വേണ്ട, അത് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഞാൻ എല്ലാം പറയാം പിന്നീടൊരിക്കൽ. ഇനിയും വല്ലപ്പോഴെങ്കിലും വീഡിയോ ഇടണമെന്ന് ആഗ്രഹത്തോടെയാണ് ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എപ്പോഴും വന്ന് പറയും ഇതിൻ്റെ തിരിച്ചു വരവാണ്, ഐ ആം ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പതിവ് എപ്പോഴും ഒരു വീഡിയോ ഇട്ടിട്ട് കുറേ ബ്രേക്ക് എടുക്കാറാണ് പതിവ്. ഇതും അതുപോലെ ആകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. യൂട്യൂബ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. അപ്പോൾ ഇത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കാം നമുക്ക്. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ Q&A സെഷൻ ഞാൻ ഇട്ടപ്പോഴത്തേക്കും ആദ്യം വന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചേട്ടന് ലവർ ഉണ്ടോ, ശിവപ്രിയയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഇതിന് ആൻസർ ഞാൻ കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സിഗരറ്റ് വെച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയാണ് ഇട്ടിരുന്നത്. അപ്പോൾ അതിനും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സിഗരറ്റിൽ പുകയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അത് സിഗരറ്റ് അല്ല, ശരിക്കും പറഞ്ഞാൽ അത് പേപ്പറാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സിഗരറ്റാണ്, സിഗരറ്റ് വലിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട്. പൂജയാണ് ചോദിച്ചത്. അത് സിഗരറ്റ് അല്ല, അത് പേപ്പറാണ്, അതുകൊണ്ടാണ് പുകയില്ലാത്തത്. രാഖി കൃഷ്ണ, നീ ആരെന്നാടാ നിന്റെ വിചാരം? ഞാൻ ആരുമല്ല. അത് കഴിഞ്ഞിട്ട് പാറു എന്തെങ്കിലും ചോദിക്കാൻ പറയുമ്പോൾ നോ ബൈ എന്ന് പറഞ്ഞിട്ട്. അനു അരുൺ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പ്ലാൻ എ നടക്കുമോ? 2024 ഓടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഉദ്ദേശിച്ചത്. പ്ലാൻ എ നടക്കുമോ എന്നതിനെ കുറിച്ചിട്ട് എനിക്കും വലിയ ധാരണയില്ല, നിനക്കും വലിയ ധാരണയില്ലെന്ന് എനിക്കറിയാം. പ്ലാൻ എ നടന്നില്ലെങ്കിൽ പ്ലാൻ ബി എൻ്റെ കയ്യിലില്ല. നോക്കാം, എല്ലാം ഒരു ഹോപ്പല്ലേ. നമുക്ക്
നമുക്കതിൽ ഉറച്ച് വിശ്വസിക്കാനേ പറ്റൂ. സോ ആ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം. അത്രേ ഉള്ളൂ, അത്രേ പറയാനുള്ളൂ. സുജീവ് സാറ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്, അതുകൊണ്ട് കൂടിയ എന്തേലും ഉപയോഗിക്കൂ. കൂടിയ എന്ത് ഉപയോഗിക്കും? ഞാൻ സ്മോക്കേ ചെയ്യാറില്ല. കൂടിയത് സുജീവ് സാറിനെ പേഴ്സണലായിട്ട് കാണുമ്പോൾ ഞാൻ ചോദിക്കാം, എന്താണ് കൂടിയ എന്തേലും ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് എന്താണെന്നത് എന്നോട് ചോദിക്കാം. അത് പേപ്പർ ചുരുട്ടി വെച്ചേക്കല്ലേ വർഷ. നന്ദു കൃഷ് എൻ്റെ കസിനാണ്, അതുകൊണ്ട് തന്നെ അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏത് തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കുമെന്ന് എനിക്ക് നല്ലപോലെ വ്യക്തമായ ധാരണയുണ്ട്. അതവൻ തെറ്റിക്കാതെ തന്നെ ആ പതിവ് പോലെ തന്നെ അവൻ ചോദിച്ചിട്ടുണ്ട്. 2 കുട്ടിയുടെ ID കിട്ടുമോ? എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ആണ്, പ്രൈവറ്റ് അക്കൗണ്ടൊന്നും അല്ല. സോ നിനക്ക് അതിനകത്ത് പോയിട്ട് നിനക്ക് ആരെ വേണമെങ്കിലും, നീ ആരുടെ ID വേണമെങ്കിലും നീ എടുത്തോ, പക്ഷെ എൻ്റെ കസിനാണെന്ന് മാത്രം പറയരുത്. എനിക്ക് ID വാങ്ങിച്ചു തരില്ല, അത്രേ എനിക്ക് പറയാനുള്ളൂ. വിദ്യ കാത്തു കാർത്തിക, ഒന്നുമേ சொல்ல വേണ്ട തമ്പി. കിരൺ രാജു എൻ്റെ കസിനാണ്, എൻ്റെ കുഞ്ഞമ്മയുടെ മോനാണ്. ഞാനിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ട്. കോപ്പ അമേരിക്ക അർജന്റീന എടുക്കുമോ? കോപ്പ അമേരിക്ക അർജന്റീന എടുക്കുമോ? ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് കോപ്പ അമേരിക്ക എപ്പോഴും ഉണ്ടോയെന്നതാണ്. ജൂൺ 7-ാം തീയതിയാണ് ഞാൻ ഈ പോസ്റ്റ് ഇട്ടിരുന്നത്. സോ ആദ്യം നമുക്ക് കോപ്പ അമേരിക്ക ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്ന് നോക്കാം. കോപ്പ അമേരിക്ക അർജന്റീന എടുക്കുമെന്നതിനെ കുറിച്ച് എനിക്കറിയില്ല, കാരണം നെറ്റ് കിട്ടുന്നില്ല. ഇവിടുത്തെ കേരള വിഷൻ നെറ്റ് കുറേ നാളായിട്ട് പ്രശ്നമാണ്. നാളെ എന്തായാലും ഇതിനെ കട്ട് ചെയ്യണം, അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. ചേട്ടൻ വലിക്കുമോ? ജിതിൻ, രഞ്ജിത്തിൻ്റെ ജിതിനാണ്. ചേട്ടൻ വലിക്കില്ല. ഗീതു കൃഷ്ണ അഗൈൻ കസിൻ, ഡു യു സ്മോക്ക്? നോ. ശ്രീലക്ഷ്മി, ഇത് പേപ്പർ ചുരുട്ടി വെച്ചേക്കു അല്ലേ? അതെ. ആർ യു സിംഗിൾ? യെസ്, സംടൈംസ് ഐ എം സിംഗിൾ, സംടൈംസ്. ഓക്കെ. ചേട്ടൻ സിഗരറ്റ് സ്മോക്ക് ചെയ്യുമോ? HRA, സിവിലിയൻസിൽ ഏറ്റവും ഗ്ലാമർ ചേട്ടനാന്ന് പറയുന്നേ സത്യമാണോ? അതെ, സത്യമാണ്. സിവിലിയൻസിൽ ഏറ്റവും ഗ്ലാമർ എനിക്കാണ്. അത് ഒരു 100% സത്യം മാത്രമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. അഞ്ജുവാണ് ചോദിച്ചിരിക്കുന്നത്. അഞ്ജു വേറൊരു അക്കൗണ്ട് വഴി കയറിയിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഗോകുൽ രാജിൻ്റെ അക്കൗണ്ട് വഴി കയറിയിട്ട് ഇന്ന് എത്ര പേരെ സെറ്റാക്കി ഗുരു എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന്, അതായത് അന്ന് എത്ര പേരെ സെറ്റാക്കി എനിക്ക് ഓർമ്മയില്ല. ഇന്ന് 4 പേർ സെറ്റാക്കിയിട്ടുണ്ട്. സന്തോഷമായില്ലേ? അനുപമ, നന്നായി കൂടെ. ലൈൻ ഉണ്ടോ? ഉണ്ണിമായ, ഇതൊരു ഫേക്ക് അക്കൗണ്ടാണ്. ഇതൊരു 4-5 ദിവസം കൊണ്ടേ കറങ്ങുകയാണ്. 4-5 ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ. പുതിയൊരു അക്കൗണ്ടാണ്. വെറുതെ വന്ന് എല്ലാ ഫോട്ടോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടൊക്കെ വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഫേക്ക് അക്കൗണ്ടാണ്. ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ലൈൻ ഉണ്ടോ? ഇതാണ് ക്വസ്റ്റ്യൻ. ജിസിൻ, ടൂർ പോകണ്ടേ? തീർച്ചയായിട്ടും ടൂർ പോകണം. ഈ മാസം നമ്മൾ സിവിലിയൻസിൻ്റെ ടൂർ പോയിരുന്നതാണ്. പക്ഷേ ആ ടൂർ നമ്മൾ അടുത്ത മാസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ അടുത്ത മാസം ഞാനുണ്ടെങ്കിൽ നമുക്ക് അടിച്ചു പൊളിച്ച് ടൂർ പോകാം. ഓക്കെ. ലൈൻ ഇറുക്കിയില്ല. ലൈൻ ഇറുക്കില്ല. എഗെയിൻ വർഷം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കെയാണ്. ഇനി ആൻറ്റി ഏജിങ് ടിപ്സ് എന്ന് പറഞ്ഞിട്ട്. ഇനി ആൻറ്റി ഏജിങ് ടിപ്സ് എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ എനിക്കത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. എവിടെയാണ് ഇരിക്കുന്നത്? ഞാനത് എങ്ങനെ തുറന്നു കാണിക്കും? ഐ മീൻ മനസ്സ് നല്ലൊരു മനസ്സുള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. സോ അത് തന്നെയാണ് എനിക്ക് തരാനുള്ള ടിപ്സ്. നല്ലൊരു മനസ്സുണ്ടായിരിക്കണം.
ഓക്കെ. പിന്നെ ഫുഡ് റെഗുലറായിട്ട് കഴിക്കുക. രാവിലെ ടൈമിന് കഴിക്കുക, ഉച്ചയ്ക്ക് ടൈമിന് കഴിക്കുക, നൈറ്റ് ടൈമിന് കഴിക്കുക. പിന്നെ ഡയറ്റ് നോക്കുക, എക്സസൈസ് ചെയ്യുക, വെള്ളം കുടിക്കുക ഒരുപാട്. പിന്നെ പിന്നെ എന്താണ്, പിന്നെ നടക്കുക ഒരുപാട്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലപോലെ ഇരിക്കാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൽ എന്നൊക്കെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ ചെയ്യാറില്ല. ഓക്കെ, അതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതിനുള്ള ടിപ്സ് തരാനും എനിക്ക് പറ്റില്ല. സോ ഓക്കെ. സ്മോക്കും ചെയ്യാറുണ്ടോ ജെസി? കിരൺ രാജു അഗൈൻ. ഇവിടെ ഒന്നും കിട്ടിയില്ല, അതായത് ആ ചോദിച്ചതിൻ്റെ ആൻസർ കിട്ടിയില്ല എന്നാണ്. ജിനു எப்படி இருக்கீங்க? என்னோட கசின், എൻ്റെ கசினாണ്. நல்லா இருக்கு, நல்லா இருக்கு, ரொம்ப நல்லா இருக்கு. நீங்க எப்படி இருக்கீங்க? ഇത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. നമുക്ക് കോപ്പ അമേരിക്ക ഇപ്പോഴുണ്ടാകും നോക്കാം. കോപ്പ അമേരിക്ക ടേബിൾ എടുക്കാം. കോപ്പ അമേരിക്കയുടെ ടേബിൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഫ്രൈഡേ 21 ജൂൺ. അപ്പോൾ കോപ്പ അമേരിക്ക തുടങ്ങാൻ പോണുണ്ടോ അല്ലേ? സോറി ഗൈസ്, എനിക്കിതിനെ പറ്റി ഒരു ധാരണയില്ല. IPL കഴിഞ്ഞല്ലോ. T20 വേൾഡ് കപ്പിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാം. ഇന്ത്യ കപ്പടിക്കില്ല എന്നത്, ഇന്ത്യ കപ്പടിക്കുക എന്നത്, കാരണം നമ്മുടെ മലയാളി പയ്യൻ അവിടെ ടീമിലുണ്ടല്ലോ, അതുകൊണ്ട് എന്തായാലും കപ്പടിക്കും. കോപ്പ അമേരിക്ക എനിക്ക് തോന്നുന്നത് 21-ാം തീയതിയാണ് തുടങ്ങാൻ പോകുന്നത്, ജൂൺ 21-ന്. ഫസ്റ്റ് മാച്ച് അർജന്റീനയും കാനഡയും തമ്മിലാണ്. സോ കോപ്പ അമേരിക്കയിൽ അർജന്റീന കപ്പടിക്കുമില്ലെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ കപ്പടിക്കട്ടെ. വേറെ ഒന്നുമില്ല, വേറെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനകത്ത് വരാത്തതുകൊണ്ട് നമുക്ക് ഇത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. അപ്പോൾ റെഗുലറായിട്ട് വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ മടി ഒരു കാരണം, പിന്നെ മടി മെയിനായിട്ടുള്ളൊരു കാരണം, പിന്നെ ടൈമില്ലാത്തത് മറ്റൊരു കാരണം, പിന്നെ വേറെ കുറേ അസൗകര്യങ്ങൾ, വിഷമങ്ങൾ, അങ്ങനെ 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 കുറേ കാരണങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല എന്നതിന്. പക്ഷേ ഇനി റെഗുലറായിട്ട് വീഡിയോ ചെയ്യുമെന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അത് എനിക്ക് യൂട്യൂബ് വീഡിയോസ് ചെയ്യണം എന്നതിനോടുള്ള ഒരു ഇഷ്ടം. ആ ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ഇതിനകത്തൊരു വീഡിയോ ആയിട്ട് വന്നത്. സോ എപ്പോഴും പറയുന്ന പോലെ ഒരു വീഡിയോയുടെ അവസാനം ഒരു എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ പോലും ഞാൻ പറഞ്ഞിട്ട് പോകാറാണ് പതിവ്. ഇപ്പോഴും അതിനാണ് പറയാനുള്ളത്. നമുക്ക് പല പല കഷ്ടങ്ങൾ വരും. നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതെനിക്ക് എല്ലാ ദിവസവും പറ്റുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എല്ലാ ദിവസവും ഞാൻ സമാധാനമായിട്ട് ഈ റൂമിനകത്ത് ഈ ബെഡിൽ സുഖമായിട്ട് കിടന്നുറങ്ങാറുണ്ട്. സോ അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ നിങ്ങളുടെ ലൈഫിലും പല പല പ്രശ്നങ്ങൾ വരും. പല കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ച സമയത്ത് നടക്കില്ല, വിചാരിച്ച പോലെ നടക്കില്ല. പല രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടാവും, പല തരത്തിൽ നിങ്ങൾ അതിനുവേണ്ടി എഫേർട്ട് ഇടുന്നുണ്ടാവും. പക്ഷെ എന്നാലും ആ കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ അയ്യോ എന്താ ഇങ്ങനെ, നമുക്ക് മാത്രം ഇങ്ങനെ എന്നൊക്കെ പല പല ചിന്തകളും നമുക്ക് തോന്നും. അങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്താണോ നിങ്ങൾ ആഗ്രഹം അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും. ആ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. എനിക്കും ഇപ്പോഴും ആ ലക്ഷ്യങ്ങൾ, എൻ്റെ ലൈഫിലെ ആഗ്രഹങ്ങളൊന്നും ഇപ്പോഴും എനിക്ക് എത്തിത്തൊടാൻ സാധിച്ചിട്ടില്ല. ബട്ട് ഞാൻ ഇപ്പോഴും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക തന്നെയാണ് ചെയ്യുന്നത്. മാറ്റം വരും തീർച്ചയായിട്ടും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജെന്യൂനായിട്ട് ഇരിക്കുക. അത്രയും മാത്രമേ പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.